സിനിമയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട്. അത് എല്ലാം ഒന്നിച്ച് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് ഓരോ എപ്പിസോഡായിട്ട് പറയാം. സിനിമയെക്കുറിച്ച് പറയാൻ എനിക്കൊരു ചെറിയ അവകാശമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു 55 വർഷമായി ഞാൻ ഈ സിനിമയിൽ തന്നെയാണ്. ക്യാമറ കണ്ടത് ഒരു 10 വയസ്സിലാണ്. ഇപ്പോഴും ക്യാമറ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ അതിന് കാരണക്കാരി എൻ്റെ കുഞ്ഞമ്മയാണ്, സരസ്വതി അമ്മ, പത്മിനിയക്കൻ്റെ അമ്മ. അവരാണ് എന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ടുപോയി ഡാൻസ് പഠിപ്പിച്ച് പാഠം പഠിപ്പിച്ച് എല്ലാം ഇന്ന് ഞാൻ സിനിമയിൽ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് അവരെ കൊണ്ടാണ്. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ട് ആരെങ്കിലും ഒരു കല്യാണം കഴിച്ച് വല്ല അടുക്കളയിലും ആയിരുന്നിരിക്കും. പക്ഷെ അതില്ലാതെ ഇന്ന് ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ നിൽക്കാൻ സാധിക്കുന്നത് അവരെ കൊണ്ടാണ്. അവരൊരിക്കലും ഞാൻ മറക്കില്ല. പിന്നെ അന്നത്തെ കാലത്ത് മദ്രാസിൽ പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദാറ്റ് ഈസ് ഫ്രം ശിവാജി ഗണേശൻ. ആ ശിവാജി ഗണേശനെ തൊട്ട് അദ്ദേഹത്തിൻ്റെ മകൻ, ഇതുപോലെ ഓരോരുത്തരും അവരുടെ മക്കളൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അവരുടെ കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നുണ്ട്. തെലുങ്കിൽ NT രാമാർ, നാഗേശ്വര റാവു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ വന്നപ്പോഴും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ നസീറേട്ടൻ, മധുച്ചേട്ടൻ, സത്യൻ സാറ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് മിസ്റ്റർ മമ്മൂട്ടി, മോഹൻലാൽ, അതായത് വന്ന തലമുറ മുഴുവനും ഇന്ന് വരെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നു. ഇതാണ് മദ്രാസിലെ സെൻട്രൽ സ്റ്റേഷൻ. അതായത് അന്ന് മദ്രാസ്, ഇന്ന് ചെന്നൈ. ഇവിടെ 2 സ്റ്റേഷനുണ്ട്. അതായത് ഒന്ന് എഗ്മോർ, ഇനിയൊന്ന് സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ വന്ന് ഇറങ്ങുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ പല മോഹങ്ങളുമായിട്ടാണ് വന്ന് ഇറങ്ങുന്നത്, പല ജോലിയുമായിട്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നുന്നു സിനിമാ ഭ്രമമായിട്ടായിരിക്കും. അതായത് എന്തെങ്കിലും രീതിയിൽ അഭിനയിച്ച് വലിയ ആളാവണം, ഡയറക്റ്റ് ചെയ്ത് വലിയ ആളാവണം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരുപാട് ജോലിയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ വലിയ ആളാവണം എന്ന മോഹമായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അവരൊക്കെ വന്ന് ചേരുന്നത് ഒടുവിൽ കോടമ്പാക്കം എന്ന് പറഞ്ഞ സ്റ്റുഡിയോക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, ദാറ്റ് ഈസ് കോടമ്പാക്കം. എല്ലാവരും വന്ന് ചേരുന്നത് കോടമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോടമ്പാക്കത്താണ് ഒരുപാട് സ്റ്റുഡിയോക്കളുള്ളത്. പക്ഷേ ഇവിടെ വന്ന് ചേരണമെങ്കിൽ അന്നൊക്കെ ഒരു വലിയ ഗേറ്റ് ഉണ്ടായിരുന്നു, റെയിൽവേ ഗേറ്റ്. ഇത് കഴിഞ്ഞ് വേണം വരാൻ. അപ്പോൾ കാറിൽ പോകുന്നവരൊക്കെ ഈ ഗേറ്റിന് വേണ്ടി ഒന്ന് തുറക്കാൻ വേണ്ടി ഒരുപാട് നേരം ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും. അതായത് ഈ ബ്രിഡ്ജ് ഇപ്പോൾ ബ്രിഡ്ജ് വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പത്തെ പോലെ ഒന്നും അല്ല, ഒരുപാട്. അതായത് പോസ്റ്റേഴ്സ്, പിന്നെ കട്ടൗട്ട്സ്. അതായത് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറി പോകുമ്പം ആ സെൻറ്റർ വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ അയ്യപ്പൻ കോയിലാണ്. അയ്യപ്പൻ കോയിൽ ഇപ്പോൾ വളരെ പ്രസിദ്ധമായി. മാധവൻ നായർ കോളനി എന്നാണ് അതിൻ്റെ പേര്. അവിടെയായിരുന്നു നസീറേട്ടൻ്റെയൊക്കെ വീട്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇറങ്ങിയാലാണ് ഈ സ്റ്റാർട്ടിങ് ടു കോടമ്പാക്കം പോകാനുള്ള ഒരു വഴിയാണ്. ഈ കോടമ്പാക്കത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്. പക്ഷേ ഇന്ന് പാതി സ്റ്റുഡിയോ ഉള്ളൂ.